ഫിഷ് മേടിക്കാൻ പോവാം. ഡൽഹി ഈസ് ലാൻഡ് ലോക്ഡ്, കോസ്റ്റൽ ഏരിയ അല്ല, കേരള പോലെ അല്ല. ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ദൂരെ ഗാസിയാബാദ് മണ്ടിയുണ്ട്, അവിടെ ഒത്തിരി ഫിഷ്, ചിക്കൻ, മട്ടൺ എല്ലാം, ഗാസിപൂർ എല്ലാം കിട്ടും. പക്ഷെ അത് ഒത്തിരി ദൂരെയാണ് ഇവിടുന്ന്, ഞങ്ങളുടെ പ്ലേസിൽ നിന്ന്. പിന്നെ ഉള്ളത് ഓഖ്ല അന്ന് മണ്ടി കാണിച്ചില്ലേ, അവിടെ തന്നെ അടുത്തായിട്ട് ചിക്കൻ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് പോകുമ്പം ഒരു മലയാളി റെസിഡൻഷ്യൽ ഏരിയ ടൈപ്സാണ്, കാരണം അവിടെ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ നഴ്സസ് ഉണ്ടെങ്കിൽ മലയാളികളുണ്ട്. അപ്പോൾ അവിടെ മീനും ഉണ്ട്, മലയാളികളുള്ളത് കാരണം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം കുറച്ചും കൂടെ നോർത്ത് ഇന്ത്യൻസ് മാത്രമായിട്ടുള്ള ഏരിയയാണ്. മലയാളികൾ ഇവിടെ വളരെ കുറവാണ്. സോ വി ഡോണ്ട് ഗെറ്റ് ടു സീ ഫിഷ് കോമൺലി ഇത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ അടുത്ത് ഒരു പ്ലേസ് ഉണ്ട് ഫിഷ് മേടിക്കാൻ. അപ്പം ഞങ്ങളത് തേടി പോവുക. വഴി അറിയത്തില്ല, അടുത്താണ്, പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. ഞങ്ങളോട് വഴി ചോദിക്കുമായിരുന്നു എവിടെയാണ് മച്ചിലി മീൻ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞിങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞെന്നാൽ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഷോപ്പുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചും കൂടെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ദൈവം എന്തൊരു വൃത്തികേടാണ് കേട്ടോ. ഇവിടെ റോഡൊക്കെ നോക്കിക്ക്, മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണ്. ഗഡി മാർക്കറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് പാവങ്ങളൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷെ നോക്കിയാൽ കണ്ടോ, രണ്ട് സൈഡിലും ഫുള്ള് കടകളാണ്. പക്ഷെ നടുക്കത്തെ റോഡൊക്കെ കണ്ടോ എന്തൊരു വൃത്തികേടായിട്ടാണ് കിടക്കുന്നതിന്. പക്ഷേ ഇവിടെ അടുത്ത് എവിടെയോ ഫിഷ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ പച്ചരിക്ക് വില കുറവ് ഉണ്ട്. സാധാരണ നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ 45 രൂപയാണ്, ഇവിടെ 34 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. അതുകൊണ്ട് 2 കിലോ പച്ചരി മേടിച്ചേക്കാന്ന് വെച്ച് മേടിക്കാൻ. കണ്ടിട്ട് തന്നെ അറപ്പാകുന്നു. മുഴുവനും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു. ഇത് ഇവിടെ ചിക്കൻ്റെ കടയാണെന്ന് തോന്നുന്നു. ഇവിടെ ഫിഷ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുക, ഞാൻ പോകുന്നില്ലേ. ഞാനിവിടെ ഒരു ഈ ആറ്റുമീനാണ് മേടിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ആറ്റുമീൻ ഫ്രഷ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അയാളതവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഫിഷിൻ്റെ മുട്ട മാത്രമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. ചെമ്മീനുണ്ട്. വിലയൊന്ന് ചോദിച്ചു നോക്കട്ടെ എത്രയാണ്. അയ്യ ये वाला कैसे दे रहे? ये 100 का पाव. ये आधा किलो दे देना. ഇത് പ്രോൺസ് 1/2 കിലോ 200 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1/2 കിലോ പ്രോൺസും കൂടെ മേടിക്കാം. ചിക്കൻ 240 ആയിരുന്നു. അപ്പോൾ അത് കൂട്ട് 1 കിലോ ബ്രസ്റ്റ് പീസ് നോക്കി 1 കിലോ ചിക്കനും കൂടെ മേടിച്ചു. ഇതിൻ്റെ അകത്ത് ഉണ്ടോ ജീവനുള്ള ഫിഷുണ്ട്. നാട്ടിലതിന് നാട്ടിലെന്നാ എനിക്കറിയത്തില്ല ആ ഫിഷിൻ്റെ പേരെന്നാന്ന്, മുഴിയോ അങ്ങനെ എന്തോ. വീടിൻ്റെ അകത്ത് ഇവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, നഷ്ടം പറ്റിയില്ല. കാരണം 600 രൂപയ്ക്ക് 1 കിലോ ചിക്കനും മേടിച്ച് 1 കിലോ ഫിഷും, അല്ല 1 കിലോ അല്ല 1.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 1.5 കിലോ ഫിഷും കിട്ടി. പിന്നെ ചെമ്മീൻ മേടിച്ച് 200 രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ച്. അപ്പോൾ 600 രൂപയായുള്ളൂ. സാധാരണ ഞാൻ അവിടെ പോയി, ഞാൻ പറഞ്ഞില്ലേ ജലവിഹാറിൽ പോയി മേടിക്കുമ്പോഴത്തേക്ക് ഒരു 1500 രൂപ എന്തായാലും ആവാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് എന്തായാലും നഷ്ടമായിട്ടുണ്ട്. ഇത് അങ്ങനെ സാധനം കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ ഓടുക, എസ്കേപ്പിംഗ്. ബൈ.